ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദിനിയും സൂര്യയും താനൂരമ്മയുടെ ക്ഷേത്രത്തിലെത്തുകയാണ്. എന്നിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ നന്ദിനി സൂര്യയ്ക്ക് വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പത്മയുടെയും യതീന്ദ്രൻ്റെയും പേരിൽ വഴിപാടൊക്കെ കഴിക്കാൻ പറയാണ്. പ്രസാദം കിട്ടിയ ശേഷം നന്ദിനി സൂര്യയോട് പറയാണ്, ഇവിടെ ഇരിക്കുന്ന തിരികളിലൊക്കെ ദീപം തെളിയിക്കാൻ പറയുകയാണ്. പത്മയ്ക്കും യതീന്ദ്രനും നല്ലത് മാത്രം വരണേ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് തിരി തെളിയിക്കാൻ പറയട്ടെ. അങ്ങനെ സൂര്യ അതൊക്കെ ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും യതീന്ദ്രനും പത്മയും ജയനും ഇന്ദ്രജയും ആ കാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ സൂര്യയും നന്ദിനിയും വിളക്ക് കൊളുത്തിയ ശേഷം അവിടെ പൂജാരി പറയുകയാണ്, ഈ വിളക്ക് കെടുന്നത് വരെ തിരി തെളിയിച്ച ആൾ ഇവിടെ തന്നെ വേണമെന്നാണ് ഐതിഹ്യം എന്ന് പറയുമ്പോൾ നന്ദിനി പറയണ, അതെ തിരുമേനി, ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം എന്ന് പറയട്ടോ. അല്ല, ഞങ്ങൾ ഇവിടുത്തെ പുറം കാഴ്ചകളൊക്കെ കാണുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അതിനൊന്നും പ്രശ്നമില്ല എന്ന് പറയട്ടോ. അങ്ങനെ നന്ദിനിയും സൂര്യയും കാട്ടിലെ കാഴ്ച കാണാൻ വേണ്ടി പോവാണ്. അപ്പോഴത്തേക്കും യതീന്ദ്രനും പത്മയും വിജയനും ഇന്ദ്രജയും കൂടി അവിടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ദ്രജ അവരോട് പറയുകയാണ്, ആ നന്ദിനിയെ ഇവിടേക്ക് വരുന്ന കാര്യം അറിയിക്കാതിരുന്നത് എന്തുകൊണ്ടും നന്നായുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ അവളുടെ പ്രിയപ്പെട്ടതല്ലേ താനൂരമ്മ, അവരെ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും ഇവിടേക്ക് വന്നിരുന്നു. അമ്മ അത് അറിയിക്കാതിരുന്നത് എന്തുകൊണ്ടും നന്നായുള്ളൂ എന്ന് പറയുമ്പോൾ പത്മ പറയണേ, എനിക്കറിയാം ആരൊക്കെ എന്തൊക്കെ അറിയിക്കണമെന്നുള്ളത്, അതുകൊണ്ടാണ് ഞാൻ അവരറിയിക്കാതെ നമ്മൾ ഇവിടേക്ക് വന്നത്. അപ്പോഴത്തേക്കും അവരവിടെ എത്തുകയാണ്. അപ്പോൾ യതീന്ദ്രൻ പറയണ, അല്ല, ആരോ ഇവിടെ വന്നിട്ട് തിരി തെളിയിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ, പ്രത്യേക വഴിപാടും പൂജയൊക്കെ ചെയ്ത് മട്ടുണ്ടല്ലോ. അപ്പോൾ പത്മ പറയണ, താനൂരമ്മയ്ക്ക് ഒരുപാട് ഭക്തരുള്ളതല്ലേ, അവരാരെങ്കിലും വന്ന് ചെയ്തതായിരിക്കും, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും പ്രാർത്ഥിച്ചാൽ പോരെ. ഇനി അവര് തിരുമേനിയുടെ അടുത്ത് എത്തിയിട്ട് ചോദിക്കുകയാണ്, ഞങ്ങളും ഇതേ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത്, പക്ഷേ ഞങ്ങളെക്കാൾ മുന്നേ ആരോ വന്ന് തിരി തെളിയിച്ചിട്ടുണ്ടല്ലോ. തിരുമേനി പറയണേ, അവരും താനൂരമ്മയുടെ ഭക്തരാണ്, അവർ വന്നിട്ടാണ് തെളിയിച്ചിട്ടുള്ളത്. അല്ല, ഇത്രയും ആയിട്ട് ഇവിടേക്ക് വരാറില്ലല്ലോ യതീന്ദ്രദാസ്, അത് പിന്നെ കുറച്ച് തിരക്കിലായിരുന്നു, തിരക്കൊക്കെ അമ്മ തരുന്നതാണെന്നുള്ളത് നിങ്ങൾ ഓർക്കണം എന്ന് പറയട്ടെ. അങ്ങനെ ഇന്ദ്രജ പറയണ, അമ്മയുടെയും അച്ഛൻ്റെയും വിവാഹ വാർഷികമാണ് വരുന്നത്, രണ്ടുപേരുടെയും പേരിൽ പ്രത്യേകം വഴിപാടും പൂജയൊക്കെ ചെയ്യണം തിരുമേനി എന്ന് പറയുമ്പോൾ പേരും ആളുമൊക്കെ ഇന്ദ്രജ പത്മയുടെയും യതീന്ദ്രൻ്റെയും പറഞ്ഞത് കേട്ടപ്പോൾ തിരുമേനി പറയണ, നിങ്ങളെക്കാളും മുന്നേ വന്നവർ ഈ പേരിലാണല്ലോ വഴിപാടൊക്കെ കഴിച്ചിട്ട് പോയത്. അത് കേട്ടപ്പോൾ അവരങ്ങ് അതിശയിച്ചു പോവാണ്, ആരാ ഇപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ വഴിപാടൊക്കെ കഴിക്കാൻ എന്നുള്ള ഭാവത്തിലോട്ടോ. അപ്പോൾ നന്ദിനിയും സൂര്യയും അവരാണ് വന്നത് എന്നുള്ളത് അവർക്ക് അറിയുന്നില്ല കേട്ടോ. പെട്ടെന്നാണ് വിജയൻ നന്ദിനിയും സൂര്യയും അവിടെ കാണുന്നത്. അപ്പോൾ ദേ അളിയൻ അവതാ എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ഇവർ 4 പേരും അങ്ങ് അതിശയത്തോടു കൂടി അവിടേക്ക് നോക്കുകയാണ്. അപ്പോൾ നന്ദിനിയും സൂര്യയും അവരുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ യതീന്ദ്രൻ ചോദിക്കുകയാണ്, അല്ല, നിങ്ങളും ഇവിടേക്ക് വന്നിട്ടുണ്ടോ? അത് പിന്നെ അച്ഛ, ഒരു അതിശയമുണ്ട്, അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹ വാർഷികമാണെന്നുള്ളത് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞതും താനൂരമ്മയുടെ അടുത്ത് വന്ന് വഴിപാടൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞു നന്ദിനിയാണ്. അവർ എല്ലാ വർഷവും ഇവിടെ വന്ന് കഴിക്കാറുണ്ടത്രേ, അതാണ് അച്ഛ എനിക്ക് അതിശയം എന്ന് പറയുമ്പോൾ പത്മയും യതീന്ദ്രനും വിജയനും ഇന്ദ്രജ അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. അത് ശരി, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തോന്നിയത് അത് താനൂരമ്മ കാരണം തന്നെയാണ്. അപ്പോൾ യതീന്ദ്രൻ പറയണം, അല്ല, നമ്മളിങ്ങനെ വിവാഹ വാർഷികമൊന്നും ഇങ്ങനെ ആഘോഷിക്കാറില്ലല്ലോ, അപ്പോൾ ഇങ്ങനെ എല്ലാവരുടെയും മനസ്സിൽ ഒരുപോലെ തോന്നിക്കണമെങ്കിൽ അത് താനൂരമ്മ തോന്നിപ്പിച്ചതാണ് എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ട് നിൽക്കാണ്ടോ. ഈ സമയം ഗംഗ സുദർശൻ്റെ കാര്യം പറയാൻ വേണ്ടി വക്കീലിനെ വീട്ടിലേക്ക് വിളിപ്പിക്കുകയാണ്. അപ്പോൾ വക്കീല് ഗംഗയെ കണ്ട ഉടൻ തന്നെ പറയുകയാണ്, അല്ല, സുദർശൻ്റെ പരോളുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞതെങ്കിൽ എനിക്ക് ഒരിക്കൽ കൂടി സുദർശൻ്റെ മുന്നിലേക്ക് ചെല്ലാൻ എന്നെ കൊണ്ട് കഴിയില്ല ഗംഗ പറയാണ്, വക്കീൽ അങ്ങനെ പറയില്ലേ, എന്തായാലും സുദർശൻ ഈ ആപ്ലിക്കേഷനിൽ ഒപ്പിട്ടോളും, ഒന്നുകൂടി പോയി കണ്ട് സംസാരിക്കണം. സുദർശനെ പോയി കണ്ട് സംസാരിച്ചതാണ്, സുദർശൻ എന്നോട് ചില ഡിമാൻഡുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ ഡിമാൻഡുകൾ, ആ നിബന്ധനകൾ ഇന്നെന്തായാലും നടപ്പിലാവാൻ പോവുകയാണ്. അപ്പോൾ ഉറപ്പായും സുദർശൻ ഇതിൽ ആപ്ലിക്കേഷനിൽ ഒപ്പിട്ടോളും, വക്കീലൊന്ന് പോയി കണ്ട് സംസാരിച്ചേക്ക്. അപ്പോൾ വക്കീൽ പറയണേ, 10 ദിവസത്തിനുള്ളിൽ തന്നെ പരോള് ലഭിക്കും, ഒപ്പിട്ട് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സുദർശന് 10 ദിവസത്തിനുള്ളിൽ പരോള് ലഭിക്കും എന്ന് കേട്ടപ്പോൾ ഗംഗയ്ക്ക് സന്തോഷമാവണം. ഗംഗ വക്കീലിനോട് പറയുകയാണ്, സുദർശൻ്റെ മനസ്സിപ്പോൾ തിളച്ചു മറിയുകയാണ്, അത് എന്തിനാണ് തിളച്ചു മറിയുന്നത് എന്നുള്ളത് എനിക്കറിയാം, അതിനുള്ള മരുന്നാണ് ഇന്ന് ഞാൻ കൊടുക്കാൻ പോകുന്നത് എന്ന് ഗംഗ പറയുമ്പോൾ വക്കീലിന് ഒന്നും മനസ്സിലാവാതെ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് വക്കീലിന് ഇതിന് വേണ്ടിയിട്ടുള്ള പൈസ കൂടി അയച്ചു തരാമെന്ന് പറയുമ്പോൾ കാശിൻ്റെ കാര്യത്തിൽ
കാര്യത്തിലല്ല എന്ന് പറയട്ടോ. കാശിന് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, അതുകൊണ്ട് എൻ്റെ സന്തോഷത്തിനാണ് വക്കീലിൻ്റെ അക്കൗണ്ടിലേക്ക് കാശ് വരുമെന്ന് പറഞ്ഞ് വക്കീലിനെ പറഞ്ഞു വിടാണ്. ഈ സമയം യതീന്ദ്രനും പത്മയും രജയും വിജയനും സൂര്യയും നന്ദിനിയും കൂടി എല്ലാ കാര്യങ്ങളും വഴിപാടിൻ്റെ ഒക്കെ കഴിഞ്ഞ ശേഷം തിരുമേനി പറയുകയാണ്, എങ്കിൽ നിങ്ങൾ ഈ തിരി അണയുന്നത് വരെ പോവാൻ പാടില്ല എന്ന് പറഞ്ഞതിനെക്കുറിച്ച് സൂര്യ അവരോട് പറയുകയാണ് കേട്ടോ. പത്മ നമുക്ക് പോവാം എന്ന് പറയുമ്പോഴാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ വിജയൻ പറയണ, അതിന് ഞങ്ങളല്ലല്ലോ തിരി തെളിയിച്ചത്, പിന്നെ എന്താ ഞങ്ങൾക്ക് പോയാൽ? അപ്പോൾ യതീന്ദ്രദാസ് പറയണേ, എന്താ വിജയൻ നീ അങ്ങനെ പറയുന്നത്? ഇനി പറഞ്ഞതുപോലെ തന്നെ ആയിക്കോട്ടെ, നമുക്ക് വിളക്ക് അണയുന്നത് വരെ ഇവിടെ നിൽക്കാം എന്ന് പറയട്ടെ. അപ്പം പറയണ, നമുക്കിന്ന് ഈ ഒരു ആഘോഷം അടിച്ചു പൊളിച്ചാലോ, ഇപ്പോഴത്തെ വിവാഹ വാർഷികം അച്ഛൻ്റെയും അമ്മയുടെയും നമുക്ക് ആഘോഷിച്ചാലോ എന്ന് പറഞ്ഞ ഉടനെ യതീന്ദ്രന് സന്തോഷമാവാണ്. പക്ഷേ പത്മ പറയണ, വേണ്ട, അതൊന്നും വേണ്ട, എല്ലാ വർഷത്തെയും പോലെ വിവാഹ വാർഷികം അങ്ങ് വന്നു പൊയ്ക്കോളും, ഇതിപ്പോൾ ആഘോഷിക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറയും. ഇപ്പോൾ നന്ദിനിക്ക് കാര്യം മനസ്സിലാവാണ്. അങ്ങനെ പത്മ അവിടെ നിന്ന് പോയി കഴിഞ്ഞ ശേഷം സൂര്യയോട് നന്ദിനി പറയണ, ഇപ്പോൾ പത്മ മേഡം വിവാഹ വാർഷികം ആഘോഷിക്കണ്ട എന്ന് പറയുന്നത് ഇനിയും ഒരുപാട് പേരെ ക്ഷണിച്ച് അവരുടെയൊക്കെ മുന്നിൽ നന്ദിനി ആരാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കേണ്ടി വരും എന്നുകൊണ്ടാണ് മേഡം വിവാഹ വാർഷികം ആഘോഷിക്കണ്ട എന്ന് പറയുന്നത്. അത് കേട്ടപ്പോൾ സൂര്യക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ സൂര്യ പറയും, അത് ശരി, ആ ഒരു ഉദ്ദേശത്തിലാണോ, എങ്കിൽ ഞാൻ ഇന്ന് ഇത് ആഘോഷിച്ചേ അടങ്ങൂ എന്ന് പറയുമ്പോൾ നന്ദിനി പറയുന്നത്, വേണ്ട സൂര്യ സാർ, വെറുതെ സൂര്യ സാർ അടുത്ത ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, എല്ലാവരും സന്തോഷത്തോടു കൂടി ഇവിടേക്ക് വന്നതല്ലേ, ഇനി പ്രശ്നം ഉണ്ടാക്കണ്ട. അപ്പോൾ സൂര്യ മനസ്സിലൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ഇങ്ങനെ പത്മ മേഡം ഈ വിവാഹ വാർഷികം ആഘോഷിക്കേണ്ട എന്ന് മനസ്സിൽ തീരുമാനിച്ചിട്ടുള്ളെങ്കിൽ ഈ സൂര്യ അത് നടത്തും എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ സൂര്യ നിൽക്കുന്നത്. അങ്ങനെ തിരുമേനി വന്ന് എല്ലാവർക്കും പ്രസാദമൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ പ്രസാദം കഴിഞ്ഞ ശേഷം തിരുമേനി പറയുകയാണ്, നിങ്ങൾ ഈ വിളക്ക് അണയുന്നത് വരെ ഇവിടെ നിന്ന് പോവരുത് എന്ന് പറയട്ടെ. അങ്ങനെ പ്രസാദം കഴിച്ച ശേഷം അവരെല്ലാവരും കൂടി അവിടെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും തിരുമേനി പോവുകയാണ്. ഈ തിരി അണയാൻ വേണ്ടി കുറച്ച് സമയം കൂടിയുള്ളൂ, അതുവരെ നമുക്കിവിടെ നിൽക്കാം എന്ന് തീരുമാനിക്കുവാണ് കേട്ടോ. അപ്പോൾ സൂര്യയും യതീന്ദ്രനും പറയണ, അല്ല, നമുക്കിനി പോകുന്ന വഴിയിൽ വെച്ച് നമുക്ക് നല്ലൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാം എന്ന് പറയുമ്പോൾ യതീന്ദ്രൻ പത്മയോട് ചോദിക്കണം, അല്ല പത്മ, നിനക്ക് അതിന് സമ്മതമുണ്ടാകുമോ? നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, അതിന് നീ സമ്മതിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പത്മ ഒരു നിമിഷത്തേക്ക് അതിനെക്കുറിച്ച് സമ്മതം കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ വീണ്ടും യതീന്ദ്രൻ ചോദിക്കുമ്പോൾ പത്മ മനസ്സില്ല മനസ്സോടെ, എന്നാൽ ശരി, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. ഏതായാലും പത്മ, നമുക്ക് ഭക്ഷണം കഴിക്കണമല്ലോ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അങ്ങ് കഴിക്കാം എന്നുള്ള തീരുമാനത്തോട് പത്മ യോജിക്കുകയാണ്. അത് കേട്ട ഉടനെ തന്നെ ഒരു മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇത് തന്നെയാണ് അവസരം, ആഘോഷിക്കേണ്ട എന്ന് പറഞ്ഞ പത്മ മേഡത്തിന് ഭാര്യ നന്ദിനി പത്മ മേഡത്തിൻ്റെ മരുമകളാണെന്നുള്ളത് മറ്റുള്ളവർക്ക് മുന്നിൽ പറയേണ്ടി വരുമെന്ന് കരുതിയിട്ടല്ലേ ആഘോഷിക്കാതിരിക്കുന്നത്, അതിന് ഞാനൊരു വഴി ഒരുക്കിയിട്ടുണ്ട് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സൂര്യ പറയുകയാണ്, എങ്കിൽ ഭക്ഷണം കഴിക്കാൻ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ നല്ലൊരു സ്ഥലമുണ്ട്, നമുക്ക് അവിടേക്ക് പോയാലോ അച്ഛ? അപ്പോൾ യതീന്ദ്രൻ, അതേതാ സൂര്യ, അങ്ങനെ ഒരു സ്ഥലം അതൊക്കെ ഉണ്ട് അച്ഛ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ആ സ്ഥലത്ത് പോയിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം എന്ന് പറയട്ടെ. അപ്പോൾ രജയും വിജയനും പത്മയും യതീന്ദ്രനും അതിപ്പോൾ ഏത് സ്ഥലം എന്നുള്ള ഭാവത്തിൽ അതിശയത്തോടു കൂടിയാണ് നിൽക്കുന്നത്.